നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ജംഷഡ്പൂർ എഫ് സിയോടും തോറ്റു. ഈ ജംഷഡ്പൂർ എഫ് സിയോടും എന്ന് നമ്മൾ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ 6 കളികളായിട്ട് ജംഷഡ്പൂർ എഫ് സിയോട് ബ്ലാസ്റ്റേഴ്സ് തോറ്റിരുന്നില്ല. ഇപ്പോൾ അതുമായി തുടർച്ചയായിട്ട് മത്സരങ്ങളിൽ ഗോളടിച്ചു വന്നിരുന്ന ഹീസസ് ഹീമിനസിനെ എന്തായാലും ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് മിസ് ചെയ്തു. നിരവധി അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ടാക്കിയിട്ട് പന്ത് വലയിലേക്ക് എത്തിക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതാണ് ഇന്നലത്തെ തോൽവിക്ക് കാരണം. ഹീസസ് ഹീമിനസ് ഇനി എന്ന് മടങ്ങി വരും? ആരാധകർ സ്വാഭാവികമായിട്ടും അത് ഉറ്റുനോക്കുന്നുണ്ട്. കാരണം അദ്ദേഹമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കുന്തമുന. ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഏറ്റവും വേഗത്തിൽ 10 ഗോളുകൾ അടിച്ച താരം എന്ന റെക്കോർഡിന് തൊട്ടരികിൽ അദ്ദേഹം നിൽക്കുമ്പോൾ പക്ഷേ പരിക്കേറ്റ് പുറത്ത്. ഇപ്പോൾ അദ്ദേഹം എന്ന് വരും, അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ സ്ഥിതിവിശേഷം എന്താണ്, ഈ കാര്യങ്ങളിൽ ഒഫീഷ്യലായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു വിവരവും പുറത്തു വിട്ടിട്ടില്ലെങ്കിലും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ മാർക്കസ് മെർഹുലാവോ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. സാർ, എനി അപ്ഡേറ്റ് ഹീസസ് ഹീമിനസ് ഇഞ്ചുറി എന്നാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ മറുപടി, ഇന്നലത്തെ കളിക്ക് മുമ്പ് അദ്ദേഹം തന്ന മറുപടി, ഹീമിനസ് മൈറ്റ് മിസ് അനദർ ഗെയിം, മറ്റൊരു കളി കൂടി ഹീമിനസിന് മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നലത്തെ കളി അദ്ദേഹം മിസ് ചെയ്തു, ഇനി ഒരു പക്ഷേ അടുത്ത കളി കൂടി മിസ്സായേക്കാം എന്ന് പറയുമ്പോൾ പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള ജനുവരി 5 കളി കൂടി അദ്ദേഹത്തിന് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അല്ലെങ്കിൽ പിന്നെ മറ്റു വിവരങ്ങൾ വഴിയെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കണം. 5 തീയതിയാണ്, ജനുവരി 5 കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയും തമ്മിലുള്ള മത്സരം. അത് ബ്ലാസ്റ്റേഴ്സിന് എവേ മത്സരമാണ്. അതിനുശേഷം 13 തീയതി ഒഡീഷയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ സ്വന്തം മണ്ണിൽ കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹീസസ് ഹീമിനസ് പൂർണ്ണ സജ്ജനാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.